ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പാഠം പഠിക്കുന്നുണ്ട്, നെഹ്റു ട്രോഫി വള്ളംകളി. ഇനി വരാനിരിക്കുന്ന ഒരു പാഠമുണ്ട്, അതും ഏകദേശം ആ പാഠത്തിലേക്കും ഈ ഒരു ഭാഗം ഏകദേശം ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ ഈ ഒരു ഭാഗം പറയുന്നത്. എന്താണത്? തത്സമയ വിവരണം അല്ലെ, തത്സാക്ഷി വിവരണം എന്നൊക്കെ നമ്മൾ പറയും. തത്സമയം അപ്പോ വിവരണം പറയുന്നതിനെയാണ് തത്സമയം. അതായത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രുതി ടീച്ചർ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് വേറൊരാളോട് ഇങ്ങനെ പറയാണ്, ഇതാ ശ്രുതി ടീച്ചർ സൈലം ലേണിംഗിന്റെ 4th അല്ലെ 4ാം ക്ലാസ്സിലെ യൂട്യൂബ് ചാനലിൽ ഇതാ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതാ ഇപ്പൊ ടീച്ചർ പറയുന്നത് തത്സമയ വിവരണം എന്താണ് എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയുന്നതിനെയാണ് തത്സമയ വിവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ച് എല്ലാവർക്കും അറിയാം അല്ലെ, 4ാം ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം സൈലം കൊടുക്കുന്ന ഒരു ബാച്ചാണ്, സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു ബാച്ചാണ് പ്രാണ എന്ന് പറയുന്നത്. അതിൽ നമ്മളെ പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് ഉണ്ട്. അതുപോലെ നോട്ട്സും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ പാഠം കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി നിങ്ങളെ സെറ്റ് ആക്കും. LSS പരീക്ഷയൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമാണ് അല്ലെ. അപ്പോ പ്രാണ ബാച്ചിലേക്ക് ഇതാ നിങ്ങൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതിന്റെ ഒരു വർഷത്തെ ഫീ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ ഒരു വർഷത്തേക്കാണത്. അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താം. അപ്പൊ ടീച്ചർ തത്സമയ വിവരണം എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ടീച്ചർ പറഞ്ഞുതരാൻ നോക്കൂ. ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് പറയാൻ പാടില്ല അല്ലെ. അതുപോലെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് വിവരിക്കണം. അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനെ പറ്റി ടീച്ചർ തന്നെ പറയുകയുണ്ടായി. ഇപ്പൊ നടക്കുന്നതാണ് അത് അതേ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കേൾക്കുന്ന ആൾക്ക് നേരിൽ കാണുന്ന പ്രതീതി ഉണ്ടാകണം. കേൾക്കുന്ന ആൾക്ക് അത് നേരിട്ട് കാണുന്നത് പോലെ തോന്നണം. ആ ഒരു കാര്യം അവര് നേരിട്ട് കാണുക എന്ന് ആ കേൾക്കുന്ന ആൾക്ക് തോന്നണം കേട്ടോ. ചടുലമായ ഭാഷാപ്രയോഗം വേണം. ചടുലമായ ഭാഷാപ്രയോഗം. ലളിതവും ആസ്വാദ്യകരവുമായ ഭാഷ ഉപയോഗിക്കണം. ലളിതമായതായിരിക്കണം, ആസ്വാദ്യകരമായതായിരിക്കണം അല്ലെ ഭാഷ ഉപയോഗിക്കണം. സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകരുത്. സൂക്ഷ്മാംശങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുപോകാൻ പാടില്ല. കൃത്യ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? വിവരിക്കണം. അപ്പോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാൽപന്ത് കളി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളിയാണ് എന്ത്? ഫുട്ബോൾ കളി അല്ലെ, കാൽപന്ത് കളി. അപ്പൊ ഉയിരാണ് ഞമ്മക്ക് കാൽപന്ത് കളി അല്ലേ. നമ്മുടെ കോഴിക്കോട്ടുകാരെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉയിരാണ് ഞമ്മക്ക് കാൽപന്ത് കളി, അങ്ങനെ പറയാം. അപ്പോൾ കാൽപന്ത് കളിയിലെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയിലെ താരങ്ങൾ ഇതുവരെയൊക്കെ ഞാനൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെ. നിങ്ങൾ ഓരോരുത്തരും ആവേശത്തോടെ വിളിച്ചു പറയുന്നതാണ് മെസ്സി, റൊണാൾഡോ എന്നൊക്കെ അല്ലെ. അപ്പൊ അത് നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ 2 ക്ലാസ്സുകൾ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ 4ാം ക്ലാസ് എയും 4ാം ക്ലാസ് ബിയും തമ്മിൽ മത്സരം നടക്കുകയാണ്. ഫുട്ബോൾ കളിയാണ്, കാൽപന്ത് കളിയാണ്. അത് നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ വിവരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലെ, ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന, കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാത്തിമ, മൈക്കിൾ ഫാത്തിമ അല്ലെ. ഈ ഒരു സിനിമ എല്ലാരും കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. ടീച്ചർ തുടങ്ങാണ്, എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നോളണം. ഇതാ ഇവിടെ ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 4ാം തരം A ക്ലാസിന്റെ ചാലഞ്ചേഴ്സ് ടീമും 4 B ക്ലാസിന്റെ ബ്ലാസ്റ്റേഴ്സ് ടീമും മത്സരത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏവരും കാത്തിരുന്ന ആവേശഭരിതമായ ഫുട്ബോൾ കളിക്ക് തുടക്കമാവുകയാണ്. ഇതാ നോക്കൂ, കളിക്കാരെല്ലാം കളിക്കളത്തിൽ എത്തിക്കഴിഞ്ഞു. ഓരോ ടീമിലും 11 പേർ വീതം ചുണക്കുട്ടികളുമായി നിരന്നു കഴിഞ്ഞു. നോക്കൂ, 2 ടീമിന്റെയും ഗോളികൾ അവരുടെ ഗോൾ പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. കളിക്കാർക്ക് ആവേശം പകർന്നുകൊണ്ട് കാണികളും നിറഞ്ഞിരിക്കുകയാണ്. കളി ആരംഭിക്കാനുള്ള വിസിൽ ഇതാ മുഴങ്ങിക്കഴിഞ്ഞു.
വിസിൽ ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. ക്യാപ്റ്റൻ ആകാശ് പന്തുമായി ഗോൾ പോസ്റ്റിനരികിലേക്ക് എത്തിക്കഴിഞ്ഞു. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ഗോൾ. പ്രേക്ഷകരെ, നിങ്ങൾ അറിയുക, നിങ്ങൾ ഇത് കാണുക. ഒരു രാജാവിന്റെ വീര്യത്തോടെ ടീം ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ രോഹിത് കാണികളെ അമ്പരപ്പിക്കുകയാണ്. ആദ്യ കളിയിൽ ആദ്യ ഗോൾ നേടിയ രോഹിത്തിന് കയ്യടികളും ആർപ്പുവിളികളും മുഴങ്ങുകയാണ്. കളി പുരോഗമിക്കുന്നതിനിടയിലും ടീം ബിയുടെ ഗോൾ ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ആര് ജയിക്കുമെന്നറിയാനുള്ള ആകാംക്ഷ ഓരോ കണ്ണുകളിലും കാണാം, അല്ലേ? ഓരോ കളിക്കാരും അവരവരുടെ ടീമിന് വേണ്ടി ആവേശത്തോടു കൂടി കളി തുടങ്ങുന്നു. ഇതാ ഫൈനൽ വിസിൽ മുഴങ്ങിയിരിക്കുന്നു കൂട്ടുകാരെ. ആദ്യം മുതൽ അവസാനം വരെയുള്ള കളിയിൽ അവരുടെ വിജയം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിലുള്ള ചാലഞ്ചേഴ്സിന്റെ വാശി ജയിച്ചിരിക്കുകയാണ്. വാശിയേറിയ കളിയിൽ ചാലഞ്ചേഴ്സ് വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. അപ്പൊ മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത തത്സമയ വിവരണം. ഇതില് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റന്റെ പേര് ഞാൻ എവിടെയോ മാറ്റിയിട്ടുണ്ട്. എവിടെയോ ഞാൻ ആകാശ് എന്നായിരുന്നു ആദ്യം ഞാൻ കൊടുത്ത പേര്. പിന്നെ അത് ഞാൻ രോഹിത് എന്നാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ആ രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ സെറ്റാണ്. ഇങ്ങനെയാണ് എന്ത് തത്സമയ വിവരണം. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് തത്സമയ വിവരണം തയ്യാറാക്കേണ്ടത് എന്ന്? അപ്പൊ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും, ലൈവ് ക്ലാസ്സും ഒക്കെ ആയിട്ട്. മക്കളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. ടീച്ചർ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം. അപ്പോ തത്സമയ വിവരണം എഴുതേണ്ടത് ഇങ്ങനെയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രാണ ബാച്ചിന്റെ കാര്യം ആരോടും മറന്നു പോകരുത് കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ലൈവ് ക്ലാസിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ സെറ്റ് ആണല്ലോ. ബൈ.